നമ്മുടെ സർഗം കിച്ചണിൽ നല്ലൊരു മുതിര കൊണ്ട് ഒരു ലഡുവിന് തയ്യാറാക്കുന്നത്. അതിലൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻസും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പം നമുക്കത് വെയിറ്റ് ലോസിന് വളരെ നല്ലതാണ്. അപ്പം നമ്മൾ ശരീരം തടി കൂടിയവർക്കൊക്കെ തടി കുറയാനും നല്ലോണം മെലിയും ചെയ്യും. അതുപോലെ നമുക്ക് ഈ മഴക്കാലത്ത് കഴിക്കാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു ലഡുവാണ്. അപ്പം നമുക്ക് മധുരം കഴിച്ച് നമ്മുടെ തടി കുറയ്ക്കാം. അപ്പം ഈ ലഡുവൊക്കെ നമുക്ക് വീട്ടിൽ സ്റ്റോർ ചെയ്യാനും പറ്റും. അപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ലഡുവിൻ്റെ റെസിപ്പിനെ ഈ വീഡിയോ കൂടെ കാണിക്കുന്നത്. മുതിര ലഡു തയ്യാറാക്കാനായിട്ട് നമ്മൾ 1 കപ്പ് മുതിര നല്ലോണം കഴുകി വാല വെച്ചെടുത്തുള്ളതാണ്. 1 കപ്പ് നാളികേരം ചെരുവിയത്, നിലക്കടല ചേർക്കേണ്ടത് 1/2 കപ്പ്, ഏലക്കായ ഒരു 5-8 എണ്ണം, ഉപ്പ് ആവശ്യത്തിന്, ഫ്ലാക്സ് സീഡ്സ് 1/4 കപ്പ്, ഡെക്കറേഷന് വേണ്ടി ബദാം പരിപ്പ് തോല് കളഞ്ഞത്, 1 കപ്പ് ശർക്കര ചീവിയതാണിത്. അതും കൂടി ചേർത്താൽ ലഡുവിൻ്റെ ഒരു മധുരം നിൽക്കുള്ളൂ. ആദ്യം നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ച് നമ്മൾ നല്ലോണം കഴുകിയെടുത്ത മുതിര ഒരു 2 മണിക്കൂർ വാല വെച്ചതാണ്. നമ്മൾ നല്ലോണം കഴുകണം. അതിന് വീഡിയോയിൽ കാണിച്ചില്ല എന്നുള്ളൂ. നല്ലോണം കഴുകിയെടുത്തത് ഡ്രൈ റോസ്റ്റ് ചെയ്യണം. എന്നാലേ പൊടിക്കാനൊക്കെ പറ്റുള്ളൂ. നല്ല മിക്സിയിൽ ജാറിലിട്ട് പൊടിക്കേണ്ടതാണല്ലോ. ഇതൊരു 5 മിനിറ്റ് നല്ലോണം തീ കത്തണം. നമ്മൾ കഴുകിയെടുത്ത കാരണം ഒരു നനവുണ്ടാവും. എന്നാലാണ് അത് ക്രിസ്പി പോലെ ആവുള്ളൂ. അപ്പോൾ അത് കണ്ട മുതിര ചൂടായി തുടങ്ങിയിട്ട് ഇനി നല്ലോണം ഇങ്ങനെ പൊട്ടുണ്ട്. അപ്പം നമ്മൾ മെയിനായിട്ട് ഈ ലഡു ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചുള്ളത് വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടാണ് ഈ ലഡു ഉണ്ടാക്കുന്നത്. മെയിനായിട്ട് ഫോക്കസ് ചെയ്തിട്ടുള്ളത്. അപ്പം അതിൻ്റെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻറ്റ്, അതായത് സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് ഫ്ലാക്സ് സീഡ്സ് ആണ്. സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആയ ഫ്ലാക്സ് സീഡ്സ് ചേർക്കുന്നുണ്ട്. ഫ്ലാക്സ് സീഡ്സ് നമ്മുടെ വെയിറ്റ് ലോസിന് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ അതിലേക്ക് നമ്മൾ 1/2 കപ്പ് നിലക്കടലയും ചേർക്കുന്നുണ്ട്. കാഷ്നട്ട് വേണമെങ്കിൽ ചേർക്കാം, ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചേർക്കാം. അപ്പോൾ ഇതൊന്ന് നല്ലോണം ഒന്ന് ചൂടായിട്ട് വരട്ടെ. അപ്പോൾ നമുക്കിത് വെയിറ്റ് ലോസിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു ലഡുവാണ്. ലഡു കഴിച്ചിട്ട് തന്നെ നമുക്ക് ശരീരഭാരം കുറയ്ക്കാം, വയറൊക്കെ കുറയും, അതുപോലെ തടി കുറയാൻ ഏറ്റവും നല്ലതാണ്. എല്ലാതും പൊട്ടില്ല, ഫ്ലാക്സ് സീഡ്സ് പൊട്ടണ ശബ്ദമാണത്. അതുപോലെ എല്ലാതും ഇങ്ങനെ ചൂടായതിന് ശേഷം നമുക്ക് ചൂടാറിയിട്ട് പൊടിച്ചെടുക്കാം. ഇങ്ങനെ ഇളക്കി നിൽക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ കരിഞ്ഞ് ചുവ വരും. എന്നിട്ട് നമുക്കിനി ഓഫ് ചെയ്യുക. ഒരു ഇതെല്ലാതും ചൂടായിട്ടുണ്ട്. നീ ഒരു ചൂടുമ്പോൾ തന്നെ നിന്ന് ആയിക്കോളും. ഇതൊന്ന് ചൂടാറിയതിന് ശേഷം പാത്രത്തിലേക്ക് മാറ്റാം. അപ്പം നമ്മൾ ഏലക്കായും കൂടി ഇടണം. അതൊന്ന് ചൂടായാലേ പൊടിക്കാൻ സുഖമുള്ള. അപ്പോൾ ഏലക്കായും കൂടി ഇട്ടൊന്ന് ഇളക്കിയെടുക്കാം. ലഡുവിന് നല്ലൊരു രുചിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഏലക്കായ ചേർത്തുള്ളത്. ചൂടാറാൻ വേണ്ടി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിപ്പോൾ പാകത്തിന് ചൂടുള്ള നമുക്ക് അപ്പോൾ അത് മിക്സിയുടെ ജാറ് നല്ലോണം തുടച്ചെടുത്ത് പൊടിച്ചെടുക്കാം. നല്ല നൈസായിട്ട് പൊടിച്ചു കൊണ്ടുവരാം. 2 ട്രിപ്പായിട്ട് പൊടിക്കാം. ഓക്കെ, ഇത്രയാകുമ്പോൾ നമുക്ക് പൊടിച്ചിട്ട് കൊണ്ടുവരാം. നല്ല നൈസായിട്ട് പൊടിയുള്ളൂ. അപ്പം നമ്മൾ എല്ലാതും ഇങ്ങനെ നല്ല നൈസായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ 1 കപ്പ് നാളികേരം ചെരുവിയത്, അതുപോലെ തന്നെ ശർക്കര 1 കപ്പ്, ഉപ്പ് 1 സ്പൂൺ, അതൊക്കെ കൂടി ചേർത്ത് മിക്സിയുടെ ജാറിലിട്ട് ചെറുതായിട്ടൊന്ന് പൾസ് ചെയ്ത് കൊണ്ടുവരാം. എന്നിട്ട് വേണം നമ്മൾ ഉണ്ടയായിട്ട് പിടിക്കാനായിട്ട്. ഇതെല്ലാം കൂടി ഇങ്ങനെ വെച്ച് മിക്സിയുടെ ജാറിലിട്ട് ഒന്നും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കി കൊണ്ടുവരാം. അപ്പം എല്ലാതും കൂടി നല്ലോണം യോജിച്ചോളും. അപ്പം എല്ലാതും കൂടി നമ്മുടെ മിക്സിയുടെ ജാറിലിട്ടൊന്ന് ഒതുക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോ ഉണ്ടയായിട്ട് പിടിക്കാം. അപ്പം നമ്മുടെ മുതിര ലഡു തയ്യാറായി. നല്ലൊരു ഹെൽത്തി ലഡുവാണിത്. നമുക്ക് അത് ഓരോന്നായിട്ട് ഈ ഒരു പാകത്തിന് പിടിച്ച് ഷോയ്ക്ക് വേണ്ടി ബദാം പരിപ്പ് ഇങ്ങനെ മുകളിൽ വയ്ക്കാം. ഓരോന്നായി ഉരുട്ടി കൊണ്ടുവരാം. ബദാം പരിപ്പോ അണ്ടിപ്പരിപ്പോ അല്ലെങ്കിൽ ചെറിയോ ഏതാ വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് വയ്ക്കാം. അപ്പം നമ്മുടെ മുതിര ലഡു തയ്യാറായിട്ടുണ്ട്. ഇത് മെയിനായിട്ട് തടി കുറയാനും അതുപോലെ കുടവേറ് കുറയാനും ഒക്കെ വേണ്ടി കഴിക്കുന്നതിന്, പിന്നെ മുതിര ചൂടായ കാരണം മഴക്കാലത്ത് കഴിക്കുന്നതിന് ഏറ്റവും നല്ലത്. അപ്പോൾ ഇത് നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഇപ്പം ബദാം പരിപ്പാണ് ഞാനിപ്പോൾ ഒരു ഷോയ്ക്ക് വെച്ചുള്ളത്. വേണമെങ്കിൽ കശുവണ്ടി വയ്ക്കുക, അല്ലെങ്കിൽ കിസ്മിസ് ഏതാ വേണമെങ്കിൽ നമുക്ക് വയ്ക്കാം. ഞാനിപ്പോൾ ബദാം പരിപ്പുള്ള കാരണം ബദാം പരിപ്പ് വെച്ചത്. തോല് കളഞ്ഞ് ബദാം പരിപ്പ് വെള്ളത്തിയിട്ട് തോല് കളഞ്ഞിട്ടാണ് വെച്ചത്. അപ്പം നല്ലൊരു കുട്ടികൾക്കൊക്കെ കഴിക്കാനും അതുപോലെ സ്കൂളിൽ നിന്ന് വിട്ട് വരുമ്പോഴൊക്കെ കഴിക്കാൻ നല്ലതാണ്. അപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ലഡു കൂടിയാണിത്.
വർഷക്കാലത്താണ് ഏറ്റവും നല്ലത്, ചൂടുകാലത്തിനേക്കാളും നല്ലത് മുതിരയെ കാരണം. അപ്പം നമുക്ക് ഈ വർഷക്കാലത്ത് ഇതുപോലെ വീട്ടിൽ തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇടയ്ക്ക് കഴിക്കാനും ഒക്കെ നല്ലതാണ്. ഇതുപോലുള്ള പാചക വീഡിയോകൾ ഇനിയും ലഭിക്കുന്നതിന് വേണ്ടി ഈ വീഡിയോയ്ക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യൂട്യൂബിൽ സർഗം കിച്ചൻ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക.